ഹലോ മൈ ഡിയർ KSFE സ്റ്റാഫ്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അക്കൗണ്ടൻസിയുമായി ബന്ധപ്പെട്ട ചില ടേമുകളൊക്കെ പഠിക്കുകയുണ്ടായി. ആ ടേമുകളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക. അക്കൗണ്ടിങ്ങുമായി ബന്ധപ്പെട്ടുള്ള മറ്റു ചില ടേമുകളിലേക്ക് പോവുകയാണ്. റവന്യൂസ് നോട്ട് എഴുതി തയ്യാറാക്കിയതിന് ശേഷം വേണം നിങ്ങൾ ഈ ഓഡിയോ ക്ലാസ് ശ്രദ്ധിക്കാൻ. വളരെ പ്രധാനപ്പെട്ട ചില ടേമുകളാണ് നമ്മൾ പറയുന്നത്. റവന്യൂ എന്ന് പറഞ്ഞാൽ ആ വാക്കിൻ്റെ അർത്ഥം എന്താണ്? വരുമാനം. ദീസ് ആർ ദ എമൗണ്ട്സ് ഏൺഡ് ബൈ ബിസിനസ് കൺസേൺ. റവന്യൂ എന്ന് പറയുന്നത് എമൗണ്ട് ഏൺഡ് ബൈ ബിസിനസ് കൺസേൺ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. വരുമാനം നേടുന്നത് എങ്ങനെയാണ്? ഒന്നുകിൽ ബിസിനസ് അവരുടെ പ്രോഡക്റ്റുകൾ വിറ്റഴിക്കുന്നു, അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്യുന്നു. അതായത് 100 ബസ്സുള്ളവർ അവിടെ വരുമാനം ഏൺ ചെയ്യുന്നത് ബസ് റൺ ചെയ്താണ്, അവിടെ സർവീസിലൂടെയാണ് വരുമാനം നേടുന്നത്. അപ്പം റവന്യൂ എന്ന് പറഞ്ഞാൽ വരുമാനമെന്നാണ്. ദീസ് ആർ ദ എമൗണ്ട്സ് ഏൺഡ് ബൈ ബിസിനസ് കൺസേൺ ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. The common items of revenue are the major revenue that is sales. സെയിൽസ് ആണ് ഒരു ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രധാനപ്പെട്ട വരുമാനമെന്ന് പറയുന്നത്. കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്, ദീസ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് റവന്യൂ. വാട്ട് യു മീൻ ബൈ റവന്യൂ? റവന്യൂ മീൻസ് വരുമാനം. ദീസ് ആർ ദ അമൗണ്ട്സ് ഏൺഡ് ബൈ ബിസിനസ് കൺസേൺ. എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്? ത്രൂ സെയിൽ ഓഫ് ഇറ്റ്സ് പ്രോഡക്റ്റ്, ഒന്നുകിൽ പ്രോഡക്റ്റ് വിറ്റഴിക്കുന്നതിലൂടെ ആയിരിക്കാം, ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. ഫോർ എക്സാമ്പിൾ, മേജർ സോഴ്സ് ഓഫ് റവന്യൂ ദാറ്റ് ഈസ് നോൺ ആസ് ദ സെയിൽസ് ആൻഡ് ദ കമ്മീഷൻ റിസീവ്ഡ്, റെൻറ്റ് റിസീവ്ഡ്, ഇൻട്രസ്റ്റ് റിസീവ്ഡ്. ഓക്കെ, മറ്റൊരു ടേമിലേക്ക് നമ്മൾ പോകുന്നു. എക്സ്പെൻഡിച്ചർ ഈസ് ദ amount of resources consumed for the acquisition of assets. അസറ്റ് വാങ്ങുന്നതിനു വേണ്ടി നമ്മൾ കൺസ്യൂം ചെയ്യുന്ന വിഭവത്തെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതായത് അസറ്റ് വാങ്ങുന്നതിനു വേണ്ടി, അസറ്റ് അക്വയർ ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ചിലവഴിക്കുന്ന പണത്തെ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കാം. ദ ബെനിഫിറ്റ് ഫ്രം വിച്ച് ഈസ് ഡിറൈവ്ഡ് ഓവർ എ പീരീഡ് ഓഫ് ടൈം. ദ ബെനിഫിറ്റ് ഫ്രം വിച്ച് derived over a period of time which extends beyond the accounting year. ഇതിൻ്റെ ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഒരു വർഷത്തിൽ കൂടുതൽ ലഭിക്കാം. എക്സ്പെൻഡിച്ചർ മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ഡൗട്ട് ഉണ്ടാവല്ലേ? എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്താ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അസറ്റ് വാങ്ങുന്നതെല്ലാം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് എക്സാമ്പിളാണ്. അപ്പോൾ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എന്താണ് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ഈസ് ദ എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂംഡ് ഫോർ ദ അക്വിസിഷൻ ഓഫ് അസറ്റ്സ്. അസറ്റ് വാങ്ങുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന എമൗണ്ടിനെ അല്ലെങ്കിൽ വിഭവത്തെയാണ് നമ്മൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ദ ബെനിഫിറ്റ് ഓഫ് വിച്ച് ഈസ് derived over a period of time beyond the accounting year. Expenditure means capital expenditure. Example, machinery, building, acquisition of machinery, building, acquisition of furniture. That are the examples of expenditure. Expenditure means the capital expenditure. And then the expenses, the amount spent in the process of earning revenue. The amount spent in the process of earning revenue is termed as expense. അതായത് വരുമാനം നേടുന്നതിനു വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന പണത്തെയാണ് നമ്മൾ എന്നാന്ന് പറയുന്നത്? എക്സ്പെൻസസ് എന്ന് പറയുന്നത്. വരുമാനം നേടുന്നതിനു വേണ്ടി ചിലവഴിക്കുന്ന പണത്തെ നമുക്ക് എന്തെന്ന് വിളിക്കാം? എക്സ്പെൻസസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വേജസ്, salary, rent, interest, electricity charges. That are the examples of expenses. Expenses means revenue expenditure.
എക്സ്പെൻസസിനെ നമ്മൾ റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും എക്സ്പെൻഡിച്ചറിനെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും പറയും. ശ്രദ്ധിക്കുക, വരുമാനം നേടുന്നതിനു വേണ്ടി നമുക്ക് വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ വരുമാനം ലഭ്യമാവത്തില്ല. വരുമാനം നേടുന്നതിന് വേണ്ടി നമ്മൾ ചെലവഴിക്കുന്ന എമൗണ്ടിനെ അല്ലെങ്കിൽ പണത്തെ നമുക്ക് എക്സ്പെൻസസ് എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, വേജസ് പെയ്ഡ്, സാലറീസ് പെയ്ഡ്, റെൻറ്റ് പെയ്ഡ്, ഇലക്ട്രിസിറ്റി ചാർജസ് പെയ്ഡ്, ഇൻട്രസ്റ്റ് പെയ്ഡ്, ദാറ്റ് ആർ ദ എക്സാമ്പിൾസ് ഓഫ് എക്സ്പെൻസസ്. എക്സ്പെൻസസ് മീൻസ് റവന്യൂ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ മീൻസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അനദർ ടൈം, മറ്റൊരു ടൈമിലേക്ക് പോകാം. ലോസസ്. ലോസ് ഈസ് ദ ഗ്രോസ് ഡിക്രീസ് ഇൻ ദ അസറ്റ്സ് or gross increase in liabilities. It is the excess of expenses over revenue. വരുമാനത്തേക്കാൾ കൂടുതൽ റവന്യൂവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യത്തെയാണ് ലോസസ് എന്ന് പറയുന്നത്. ലോസസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നഷ്ടം. ലോസ് ഈസ് ദ ഗ്രോസ് ഡിക്രീസ് ഇൻ ദ അസറ്റ്സ്. അതായത് നമ്മുടെ ആസ്തിയിൽ, നമ്മുടെ അസറ്റ്സിൽ എന്തുണ്ടാകുന്നു? ക്രമാനുഗതമായ കുറവുണ്ടാകുന്നു. നമ്മുടെ അസറ്റിൽ ക്രമാനുഗതമായ കുറവുണ്ടാകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബാധ്യത വർദ്ധിക്കുന്നു. ഈ സാഹചര്യത്തിൽ ബിസിനസ് എന്തിലേക്ക് പോവുകയാണെന്ന് പറയാം, നമുക്ക് ലോസിലേക്ക് പോവുകയാണ്, നഷ്ടത്തിലേക്ക് പോവുകയാണെന്ന് പറയാം. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. ഇതിനെ എന്താണ്? വരവിനേക്കാൾ കൂടുതൽ ചിലവ് വരുന്ന ഒരു സാഹചര്യത്തിലാണ് ലോസസ് ഉണ്ടാകുന്നത്. ഈ ലോസസിൻ്റെ പ്രത്യേകത എന്താണ്? ഡിക്രീസ് ഇൻ ദ അസറ്റ്സ്. ബിസിനസ്സിൻ്റെ, കമ്പനിയുടെ അസറ്റിൽ എന്തുണ്ടാകുന്നു? കുറവുണ്ടാകുന്നു. അല്ലെങ്കിൽ കമ്പനിയുടെ ലയബിലിറ്റി, ബാധ്യത എന്ത് ചെയ്യുന്നു? വർദ്ധിക്കുന്നു. അടുത്തൊരു ടൈമിലേക്ക് പോകാം. ഗെയിൻസ് ഓർ പ്രോഫിറ്റ്. ലാഭം അല്ലെങ്കിൽ ഗെയിൻ, നേട്ടം. ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. എപ്പോഴാണോ വരുമാനം ചിലവിനേക്കാൾ കൂടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, എപ്പോഴാണോ വരുമാനം ചിലവിനേക്കാൾ കൂടി വരുന്നതായ ഒരു സാഹചര്യം ഉണ്ടാകുന്നത്, ആ സാഹചര്യത്തെ നമുക്ക് ഗെയിൻ ഓർ പ്രോഫിറ്റ് എന്ന് പറയാം. ആൻഡ് റെപ്രസെൻറ്റ്സ് ഇൻക്രീസ് ഇൻ നെറ്റ് അസറ്റ്സ് ഓർ ഓണേഴ്സ് ഇക്വിറ്റി. ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ അസറ്റ്സ്, നെറ്റ് അസറ്റ് അല്ലെങ്കിൽ ഓണേഴ്സ് ഇക്വിറ്റി, ദാറ്റ് മീൻസ് ദ ക്യാപിറ്റൽ ഓർ നെറ്റ് വർത്ത് ഇൻക്രീസ്. അപ്പോൾ ഗെയിൻ അല്ലെങ്കിൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ ക്യാപിറ്റൽ എന്ത് ചെയ്യുന്നു? ക്യാപിറ്റലിൻ്റെ മറ്റു പേരെന്താണ്? ഓണേഴ്സ് ഇക്വിറ്റി ഓർ നെറ്റ് വർത്ത് ഓർ നെറ്റ് അസറ്റ് ഇൻക്രീസ് ചെയ്യുന്നു. എപ്പോഴാണ് വരുമാനം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ലാഭമുണ്ടാകുന്നത്, അല്ലെങ്കിൽ നേട്ടമുണ്ടാകുന്നത്? ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ്. എന്നാൽ ലോസ് ആണെങ്കിലോ ഇറ്റ് ഈസ് ദ എക്സസ് ഓഫ് എക്സ്പെൻസസ് ഓവർ റവന്യൂ. മറ്റൊരു ടൈമിലേക്ക് പോകുന്നു. പർച്ചേസ്. The total amount of goods procured by a business concern for cash or on credit for the purpose of sale or use is known as the purchases. നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ വാങ്ങുന്നതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. The total amount of goods procured എന്ന് പറഞ്ഞാൽ നേടുക. by a business concern for cash or on credit. നമ്മൾ ഈ കടയിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിലേക്ക് ആവശ്യമായിട്ടുള്ള സാധന സാമഗ്രികൾ വാങ്ങുന്നത് ഒന്നുകിൽ ക്യാഷിനായിരിക്കാം, അല്ലെങ്കിൽ കടത്തിനായിരിക്കാം. ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, ഈ കടത്തിന് വാങ്ങിയ അല്ലെങ്കിൽ ക്യാഷിന് വാങ്ങിയ ഗുഡ്സ് നമ്മൾ എന്തിനായിരിക്കും വാങ്ങിയത്? ഒന്നുകിൽ കസ്റ്റമേഴ്സിന് അല്ലെങ്കിൽ നാട്ടുകാർക്ക് വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, ഓർ യൂസ് അല്ലെങ്കിൽ നമ്മുടെ ബിസിനസ്സിൽ തന്നെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം. ഇതിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. പർച്ചേസ് എന്ന വാക്കിൻ്റെ മലയാളം അർത്ഥം വാങ്ങുക എന്നുള്ളതാണ്. ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ഗുഡ്സ് പ്രൊക്വയർഡ് ബൈ എ ബിസിനസ് കൺസൈൻ. ബിസിനസ് കൺസൈൻ ഗുഡ്സ് വാങ്ങുന്ന ടോട്ടൽ എമൗണ്ടിനെയാണ് പർച്ചേസ് എന്ന് പറയുന്നത്. ഈ പർച്ചേസ് എന്ന് പറയുന്നത് ദാറ്റ് മേ ബി ക്യാഷ് പർച്ചേസ് ഓർ ക്രെഡിറ്റ് പർച്ചേസ്. ഫോർ ദ പർപ്പസ് ഓഫ് സെയിൽ, ഈ പർച്ചേസ് നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടായിരിക്കാം? ഒന്നുകിൽ കസ്റ്റമേഴ്സിന് വിൽക്കുന്നതിന് വേണ്ടിയിട്ടായിരിക്കാം, ഓർ യൂസ് അല്ലെങ്കിൽ ബിസിനസ്സിൽ തന്നെ ഉപയോഗിക്കുന്നതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. ഇതിനെയാണ് എന്തോന്ന് വിളിക്കുന്നത്? പർച്ചേസ് എന്ന് വിളിക്കുന്നത്. മറ്റൊരു ടൈമിലേക്ക് പോവാം. സെയിൽ. സെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആ വാക്കിൻ്റെ അർത്ഥം വിൽക്കുക. ഇറ്റ് ഈസ് ദ ഇൻകം ഏൺഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസ് റെൻറ്റഡ്.
അതായത് നമ്മുടെ കടയിലിരിക്കുന്ന, നമ്മുടെ ബിസിനസ്സിലിരിക്കുന്ന സാധന സാമഗ്രികൾ വിറ്റഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ ഗുഡ്സ് വിറ്റഴിക്കുന്നതിലൂടെ, അല്ലെങ്കിൽ എന്താണ് സേവനത്തിലൂടെ, സർവീസ് റെൻഡേഡ്, സേവനത്തിലൂടെ നമ്മൾ ഏൺ ചെയ്യുന്ന വരുമാനത്തെയാണ് സെയിൽ എന്ന് പറയുന്നത്. സെയിൽ എന്ന് പറഞ്ഞാൽ വിൽക്കുക. സെയിൽ ഈസ് ദ ഇൻകം. ഇതൊരു വരുമാനമാണ്. ആൻഡ് ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് റെൻഡേഡ് ഓർ പ്രൊവൈഡിങ് സർവീസ് ടു കസ്റ്റമേഴ്സ്. സെയിൽ ഈസ് ദ ഇൻകം ഏൺഡ്, വരുമാനം ഏൺ ചെയ്യുന്നു. എങ്ങനെയാണ് ഏൺ ചെയ്യുന്നത്? ഫ്രം ദ സെയിൽ ഓഫ് ഗുഡ്സ്, ഒന്നുകിൽ സാധനങ്ങൾ വിൽക്കുന്നതിലൂടെ ആയിരിക്കാം, ഓർ സർവീസസ് റെൻഡേഡ് ഓർ സർവീസസ് റെൻഡേഡ്. Sales may be two types, that may be the cash sales or credit sales, and purchase may be two types, cash purchase or credit purchase. And then other time, മറ്റൊരു ടൈമിലേക്ക് പോകുന്നു, സ്റ്റോക്ക്. The goods available with the business, the goods available with the business, the goods available with the business for sale on a particular date is termed as stock. നമ്മൾ കടയിലൊക്കെ കയറുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് സ്റ്റോക്ക് ഉണ്ടോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ദ ഗുഡ്സ് അവൈലബിൾ വിത്ത് ദ ബിസിനസ് ഫോർ സെയിൽ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ വിൽക്കാൻ പാകത്തിനായിട്ടുള്ള ഗുഡ്സ് അവൈലബിൾ, ആ ഗുഡ്സിനെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. നമ്മൾ കടയിലൊക്കെ കയറുമ്പോൾ ഉപയോഗിക്കുന്ന ആദ്യം കയറുമ്പോഴേ ചോദിക്കും എന്താണ്? സ്റ്റോക്ക് ഉണ്ടോ എന്ന് ചോദിക്കും. ദ ഗുഡ്സ് അവൈലബിൾ വിത്ത് ദ ബിസിനസ്, അതായത് ദ ഫൈനൽ പ്രോഡക്റ്റ് ഓർ ഫിനിഷ്ഡ് പ്രോഡക്റ്റ് അവൈലബിൾ വിത്ത് ദ ബിസിനസ് ഫോർ സെയിൽ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്. ഫോർ സെയിൽ ഓൺ എ പെർട്ടിക്കുലർ ഡേറ്റ്, ഒരു പെർട്ടിക്കുലർ ഡേറ്റിൽ ഗുഡ്സ് അവൈലബിൾ ആയിട്ടുള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്നാന്ന് വിളിക്കുന്നത്? സ്റ്റോക്ക് എന്ന് വിളിക്കുന്നത്. ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ് അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൻ്റെ അവസാനമായിട്ടും വിൽക്കാത്ത ഗുഡ്സിനെ, അക്കൗണ്ടിങ് പീരീഡ് that may be the business concern may follow the calendar year starting from the January 1 to 31st December, or business concern follow the financial year that may be starting from the April 1 to 31st March, or any year followed by the business concern. That means the calendar year and the financial year, or any year as the case may be. The value of goods remaining unsold, നമ്മൾ വിൽക്കാത്ത ഗുഡ്സിനെ അറ്റ് ദ എൻഡ് ഓഫ് ആൻ അക്കൗണ്ടിങ് പീരീഡ്. അക്കൗണ്ടിങ് പീരീഡിൽ ഇഫ് ദ ബിസിനസ് കൺസേൺ ഫോളോ ദ ഫിനാൻഷ്യൽ ഇയർ ഓൺ ക്ലോസിംഗ് ഡേറ്റ് ഈസ് ദ 31st March, ദ വാല്യൂ ഓഫ് ഗുഡ്സ് റിമൈനിങ് അൺസോൾഡ്, വിറ്റഴിക്കാത്ത ഗുഡ്സിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കാം. ദ സ്റ്റോക്ക് ഈസ് ആൾസോ കാൾഡ് ഇൻവെൻറ്ററി. സ്റ്റോക്കിൻ്റെ മറ്റൊരു പേരാണ് ഇൻവെൻറ്ററി. സ്റ്റോക്ക് ഈസ് ആൾസോ നോൺ ആസ് ഇൻവെൻറ്ററി. അപ്പം അക്കൗണ്ടിങ് പീരീഡിൻ്റെ എൻഡ് ഓഫ് അക്കൗണ്ടിങ് പീരീഡിലുള്ള ഗുഡ്സിനെ നമുക്ക് എന്നാന്ന് വിളിക്കാം? ക്ലോസിംഗ് സ്റ്റോക്ക് എന്ന് വിളിക്കാം. സ്റ്റോക്കിൻ്റെ മറ്റൊരു പേരാണ് എന്താണ്? ഇൻവെൻറ്ററി. ദ ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ പെർട്ടിക്കുലർ ഇയർ ബിക്കംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. ക്ലോസിംഗ് സ്റ്റോക്കാണ് പിന്നീട് എന്തായി മാറുന്നത്? ഓപ്പണിംഗ് സ്റ്റോക്കായി മാറുന്നത്. ഇന്നലെ അധികം വന്ന ഉഴുന്നുവട, ഇന്നലെ അധികം വന്ന കണ്ണാടിപ്പെട്ടിയിൽ അധികം വന്ന ഉഴുന്നുവട ഇന്ന് രാവിലെ അതെന്തായി മാറുന്നു? ഇന്നലത്തെ ക്ലോസിംഗ് സ്റ്റോക്ക് ഇന്നത്തെ ഓപ്പണിംഗ് സ്റ്റോക്ക്. അപ്പം ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് എ പെർട്ടിക്കുലർ ഇയർ ബിക്കംസ് ദ ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് ദ നെക്സ്റ്റ് ഇയർ. അതായത് ഒരു പെർട്ടിക്കുലർ ഇയറിലെ ക്ലോസിംഗ് സ്റ്റോക്ക് നെക്സ്റ്റ് ഇയറിലെ എന്തായി മാറുന്നു? ഓപ്പണിംഗ് സ്റ്റോക്കായി മാറുന്നു. മറ്റൊരു ടൈമിലേക്ക് പോകുന്നു. ഡെപ്റ്റേഴ്സ്. ഡെപ്റ്റേഴ്സ് ആർ പേഴ്സൺസ് ആൻഡ് അതർ എൻറ്റിറ്റീസ് ഹു ഓ മണി ടു ദ ബിസിനസ്. ആരാണോ അല്ലെങ്കിൽ ഏത് കൺസൈൻസ് ആണോ ബിസിനസ്സിന് പണം കൊടുക്കാനായിട്ടുള്ളത്, അല്ലെങ്കിൽ ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നത്, ഇവരെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? ഡെപ്റ്റേഴ്സ്. Debtors are persons and other entities who owe money to the business on receiving goods and services on credit. അതായത് ഗുഡ്സ് വാങ്ങിയിനത്തിലോ സർവീസിൻ്റെ അടിസ്ഥാനത്തിലോ ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്ന പേഴ്സൺസിനെ അല്ലെങ്കിൽ എൻറ്റിറ്റീസിനെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. Debtors are persons or other entities who owe
അവർ കടപ്പെട്ടിരിക്കുന്നു. ആരോട് കടപ്പെട്ടിരിക്കുന്നു? ആരോട് കടപ്പെട്ടിരിക്കുന്നു? ഹു ഓ മണി ടു ദ ബിസിനസ്. ബിസിനസ്സിനോട് എന്ത് ചെയ്തിരിക്കുന്നു? ബിസിനസ്സിനോട് കടപ്പെട്ടിരിക്കുന്നു. എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? ഒന്നുകിൽ അവർ ബിസിനസ്സിൽ നിന്ന് ഗുഡ്സ് കടത്തിന് വാങ്ങിക്കാണും, അല്ലെങ്കിൽ സർവീസ് നേടിക്കാണും. ഇവരെയാണ് ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. വാട്ട് മീൻ ബൈ അക്കൗണ്ട് റിസീവബിൾ? മറ്റൊരു ടൈമാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. നിങ്ങളിപ്പോൾ തൽക്കാലം ഇങ്ങനെ ഓർക്കുക, ഡെപ്റ്റേഴ്സും ബിൽസ് റിസീവബിളും കൂടെ ചേരുന്നതാണ് അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത്. ഒറ്റ വാചകത്തിൽ എങ്ങനെ പറയാം? അക്കൗണ്ട് റിസീവബിൾ ഈസ് ഈക്വൽ ടു ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. ഡെപ്റ്റേഴ്സ് പ്ലസ് ബിൽസ് റിസീവബിൾ. മറ്റൊരു ടൈമിലേക്ക് പോകുന്നു. ക്രെഡിറ്റേഴ്സ്. ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ക്ലെയിം ഫോർ മണി എഗൻസ്റ്റ് ദ ബിസിനസ്. അതായത് ക്രെഡിറ്റേഴ്സ് ആർ പേഴ്സൺസ് ഓർ അതർ എൻറ്റിറ്റീസ് ഹു ഹാവ് ക്ലെയിം ഫോർ മണി എഗൻസ്റ്റ് ദ ബിസിനസ്. അതായത് ബിസിനസ്സിനോട് ആരാണോ ക്ലെയിം ചെയ്യുന്നത്, അവകാശം ഉന്നയിക്കുന്നത്, ഫോർ എനി ഗുഡ്സ് സപ്ലൈഡ് ഓർ സർവീസസ് റെൻറ്റേഡ് ബൈ ദം ഓൺ ക്രെഡിറ്റ്. അതായത് ബിസിനസ്സിനോട് ആരാണോ പണം ആവശ്യപ്പെടുന്നത്, അല്ലെങ്കിൽ ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനുള്ളത്, ബിസിനസ് ആർക്കാണോ പണം കൊടുക്കാനായിട്ടുള്ളത്, അവരെയാണ് ക്രെഡിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. Creditors are persons or other entities who have claim for money against the business. ബിസിനസ്സിനോട് അവർ ക്ലെയിം ചെയ്യുന്നു. എന്താവശ്യപ്പെടുന്നു? ഹു ഹാവ് ക്ലെയിം മണി എഗൻസ്റ്റ് ദ ബിസിനസ് ഫോർ എനി ഗുഡ്സ് സപ്ലൈഡ്. അവർ ഒന്നുകിൽ ഗുഡ്സ് സപ്ലൈ ചെയ്തതിൻ്റെ ആയിരിക്കാം, അല്ലെങ്കിൽ ഓർ സർവീസസ് ബൈ ദം ഓൺ ക്രെഡിറ്റ്. അതായത് ക്രെഡിറ്റുമായി ബന്ധപ്പെട്ടയാണ്, ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ് ക്രെഡിറ്റേഴ്സും ഡെപ്റ്റേഴ്സും ഒക്കെ ഉണ്ടാകുന്നത്. അതായത് നമ്മൾ സാധനം വാങ്ങി പണം കൊടുത്തു, അങ്ങനെയാണ് എങ്കിൽ അവിടെ എന്തിന് പ്രാധാന്യമില്ല? ഡെപ്റ്റേഴ്സിനും ക്രെഡിറ്റേഴ്സിനും ഒന്നും പ്രാധാന്യമില്ല. ഡെപ്റ്റേഴ്സും ക്രെഡിറ്റേഴ്സും ഒക്കെ ഉണ്ടാകുന്നത് ഏത് സാഹചര്യത്തിലാണ്? ക്രെഡിറ്റ് ട്രാൻസാക്ഷനുമായി ബന്ധപ്പെട്ടാണ്. ഇനി നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു വാക്കുണ്ട്, ശ്രദ്ധിക്കണേ, ഡെപ്റ്റർ. ഇപ്പം ഞാനിപ്പോൾ ഡെപ്റ്റർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ കടക്കാരനാണ് എന്നാണ് അർത്ഥം. ആർക്കൊക്കെയോ പണം കൊടുക്കാനായിട്ടുണ്ട്. ഇപ്പം ഞാൻ പറയുകയാണ്, ഞാനൊരു ഡെപ്റ്ററാണ്, ആകപ്പാടെ ഡെപ്റ്ററായിട്ട് നിൽക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ ഡെപ്റ്ററാണ് എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഞാൻ ആർക്കൊക്കെയോ പൈസ കൊടുക്കാനായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ബിസിനസ്സിന് പൈസ കൊടുക്കാനുള്ളവരെയാണ് നമ്മൾ എന്തോന്ന് വിളിക്കുന്നത്? ഡെപ്റ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇനി ഞാൻ പറയുകയാണ്, അല്പം തല ഉയർത്തിയാണ് ഞാൻ ഏത് വാക്ക് ഉപയോഗിക്കുന്നത്? ഞാൻ ക്രെഡിറ്ററാണ്. ഞാൻ ഡെപ്റ്ററല്ല, പിന്നെന്തോ ക്രെഡിറ്ററാണ് എന്ന് പറഞ്ഞാൽ ഈ മറ്റൊരാളെ എന്താണ് എന്നെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത്? മറ്റൊരാൾ എന്നെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് എനിക്ക് ആരൊക്കെയോ പണം തരാനായിട്ടുണ്ട്, എനിക്ക് എന്തൊക്കെയോ പണം കിട്ടാനായിട്ടുള്ള ആളാണ്. അപ്പം പണം കിട്ടാനായിട്ടുള്ള ആളാണ് എങ്കിൽ ഞാൻ ക്രെഡിറ്ററാണ്. ഞാൻ ആർക്കെങ്കിലും പണം കൊടുക്കാനായിട്ടുള്ള ആളാണെങ്കിൽ ഡെപ്റ്ററാണ്. ഇതൊക്കെ തിരിഞ്ഞു വായിക്കാനാണ് ഞാനിത് ഉപയോഗിക്കുന്നത്. ഞാൻ ആർക്കെങ്കിലുമൊക്കെ പണം കൊടുക്കാനുണ്ട്, കടക്കാരനാണ്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് വാക്കാണ് ഉപയോഗിക്കുന്നത്? ഞാൻ ഡെപ്റ്ററാന്ന് പറയും. ഇനി എനിക്ക് ആർക്കൊക്കെയോ പണം ഇങ്ങോട്ട് തരാനുണ്ട്, അങ്ങനെയാണെങ്കിൽ ഞാൻ ഏത് വാക്ക് ഉപയോഗിക്കും? ക്രെഡിറ്റേഴ്സ് എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അക്കൗണ്ട്സ് പേയബിൾ എന്ന് പറഞ്ഞാൽ ബിൽസ് പേയബിളും ക്രെഡിറ്റേഴ്സും. അപ്പോൾ ഇങ്ങനെ പഠിച്ചാൽ മതി. അക്കൗണ്ട്സ് പേയബിൾ ഈസ് ഈക്വൽ ടു ക്രെഡിറ്റേഴ്സ് പ്ലസ് ബിൽസ് പേയബിൾ. എന്നാൽ അക്കൗണ്ട് റിസീവബിളോ? അക്കൗണ്ട് റിസീവബിൾ എന്ന് പറയുന്നത് ഡെപ്റ്റേഴ്സ് പ്ലസ് എന്താണ്? ബിൽസ് റിസീവബിൾ. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ചില ടീമുകളാണ് നമ്മൾ പഠിച്ചത്. ഇതുമായി ബന്ധപ്പെട്ട പാർട്ടുകൾ ചോദിക്കാം. എന്താണ് റവന്യൂ? എന്താണ് എക്സ്പെൻഡിച്ചർ? എക്സ്പെൻഡിച്ചർ ഈസ് ആൾസോ നോൺ ആസ് ദ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അസറ്റ് വാങ്ങുന്നതിനെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ നേച്ചറുള്ള എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് യു മീൻ ബൈ ലോസസ്? ലോസസ് ഡിക്രീസ് ഇൻ ദ നെറ്റ് വർത്ത് ആൻഡ് ദ ഗെയിൻ ഓർ പ്രോഫിറ്റ് ദാറ്റ് ഇൻക്രീസ് ഇൻ നെറ്റ് വർത്ത്. ആൻഡ് ദ പർച്ചേസ്, വാങ്ങുക. പർച്ചേസ് ടു ടൈപ്സ്, ക്യാഷ് പർച്ചേസ് ആൻഡ് ക്രെഡിറ്റ് പർച്ചേസ്. And then the sales, the income earned from the sale of goods or services. The stock, the goods available in the business on a particular date, that is known as the stock. The value of goods remaining unsold at the end of an accounting period is known as closing stock. The stock is also known as other name the inventory. The closing stock, and at the next year beginning it will be the opening stock. And the debtors, the account receivable is equal to debtors plus bills receivable. And then the creditors, and then the accounts payable is equal to creditors plus bills payable. നിങ്ങളിതൊക്കെ അത്യാവശ്യം മനസ്സിലാക്കുക. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യനൊക്കെ ഞാൻ പിന്നീട് പറയുന്നതായിരിക്കും.
Okay, thank you. Balance in the next class.